വിജയകാന്ത് ഓർമ്മയാകുന്നു. തമിഴ് രാഷ്ട്രീയത്തിലും സിനിമയിലും ഒരേപോലെ ആരാധകരെ ഉണ്ടാക്കിയ ഇല്ലെങ്കിൽ ഒരു 80-90 കാലഘട്ടങ്ങളിൽ സൂപ്പർ സ്റ്റാറായി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിലൂടെ നിരവധി ആളുകൾക്ക് കൂടെ നിന്നിരുന്ന ഒരുപാട് പേരെ സഹായിക്കാനും അതുപോലെ ഇടപെടൽ നടത്താനുമൊക്കെ സാധിച്ചിരുന്ന ക്യാപ്റ്റനെ തമിഴിന് നഷ്ടമാവുന്നു. ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിതനാവുകയായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് തന്നെ DKയുടെ ചുമതല അദ്ദേഹം ഭാര്യയെ ഏൽപ്പിച്ചിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തുടർന്ന് ആരോഗ്യനില ഗുരുതരമായി വെന്റിലേറ്ററിലേക്ക് മാറുകയായിരുന്നു. ആശുപത്രി അധികൃതർ ഇന്ന് രാവിലെയാണ് വിയോഗ വിവരം നാടിനെ അറിയിച്ചത്. 80കളിലും 90കളിലുമൊക്കെ തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം പ്രേക്ഷകർക്ക് നൽകി. അങ്ങനെയാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആകുന്നത്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. 2 തവണയാണ് തമിഴ്നാട് നിയമസഭ അംഗമായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അവസാനം ഭാര്യ പ്രേമലതയെ അദ്ദേഹം പാർട്ടി ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഇളമൈ എന്ന ചിത്രത്തിൽ ഒരു വില്ലൻ വേഷത്തിലാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. പിന്നീട് ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറുകയും കൂടുതൽ ആരാധകരെ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. CK അജയ്കുമാർ ചേരുന്നു. തമിഴ് സിനിമ PRO ആണ്. ஸ்ரீ அஜய்குமார், இது ரொம்ப கஷ்டமாக இருக்குது. இந்த மாதிரி ஒரு ஆள் தமிழ் சினிமாவுக்கும் ராஷ்ட்ரியத்துக்கும் ரொம்ப நாளாக நிறைய கொடுத்துக்கிட்டே இருந்த ஒரு மனிதன் இப்போது எப்படி நீங்கள் எந்த மாதிரி இதை ഉൾക്കൊള്ളുക, எப்படி റിയാക്ട് பண்ணுற? അതായത് നമ്മൾ എല്ലാവരും പറയും ഈ ഹ്യൂമനിസ്റ്റ് എന്ന് പറയും. പക്ഷെ ഒരു റിയൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്ന, ഒരു മനുഷ്യസ്നേഹി എന്ന് പറയുന്ന വ്യക്തിത്വമാണ് വിജയകാന്തിൻ്റെത്. ഞാൻ 90കളുടെ ആദ്യ പകുതിയിലാണ് ഞാൻ പുള്ളിയായിട്ട് പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാവുന്നതും. ഞാൻ നാനയുടെ ലേഖകനായിരിക്കുന്ന സമയത്താണ് പുള്ളിയെ കാണുന്നത്. എപ്പോ ചെന്നാലും പുള്ളി ആദ്യം ചോദിക്കുന്ന ചോദ്യം ആഹാരം കഴിച്ചോ, ഇല്ലെങ്കിൽ കഴിച്ചിട്ട് വരൂ, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുള്ളവർ കൊണ്ട് ഇവരെ കഴിപ്പിക്കൂ. ഇങ്ങനെ ആണ് പുള്ളിയുടെ ഒരു സമീപനം എപ്പോഴും. അതുപോലെ ഒരാൾ സഹായം ചോദിച്ചു ചെന്നാലും ഏത് സമയത്തും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിത്വം. എത്രയോ പേര് അദ്ദേഹം, എല്ലാവരും ചാരിറ്റി എന്ന് പറയുമെങ്കിലും പുള്ളിയാണ് യഥാർത്ഥത്തിൽ ചാരിറ്റി ചെയ്യുന്ന ആള്. അവരോടും പറയാം, ഒരുപാട് പേരെ പഠിപ്പിക്കുക, ഒരുപാട് പേർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക, എങ്ങനെയൊക്കെ. രാഷ്ട്രീയത്തിലും അദ്ദേഹം എവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് വന്നില്ല എന്നേ ഉള്ളൂ. ഇത് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, ടോട്ടൽ തമിഴ് സമൂഹത്തിന് തന്നെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രം എടുത്തു നോക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം ഏത് തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്നത്. ആ കാലഘട്ടത്തിൽ അത്രയും നടന്മാർ ഇല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് 80-90 കാലഘട്ടം. അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് തൻ്റെതായിട്ടൊരു ഇടം തമിഴ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അങ്ങനെ തട്ടിക്കേക്കുക നമ്മൾ തമിഴിൽ പറയില്ല. അതുപോലെ തട്ടിക്കേട്ട് ഇല്ലെങ്കിൽ എതിർത്ത് സംസാരിച്ച് സിനിമയിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾ അത് അദ്ദേഹം ജീവിതത്തിലേക്കും എടുക്കുകയും അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു വാതിൽ അവിടെ തുറക്കുകയായിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം, താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങൾ അത്രയും വൈകാരികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അദ്ദേഹം അഭിനയിക്കാൻ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ സാധാരണക്കാരായ തൊഴിലാളി വർഗത്തോട് ഇത്തിരി സ്നേഹം കൂടുതലുള്ളൊരു ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ 80s സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ചില ചുവപ്പ് മല്ലി എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എന്തോ തൊഴിലാളിയായിട്ടാണ് വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് സിനിമയായിരുന്നു. അതിനുശേഷം വന്ന പടങ്ങളൊക്കെ ഒരു വിപ്ലവാത്മകമായ തത്വങ്ങൾ പുള്ളി പ്രചരിപ്പിച്ചു വന്നു. അതിനുശേഷം അനിഷേധ്യനായ ആക്ഷൻ ഹീറോ എന്ന് ആയി പുള്ളി. പുള്ളി ആണ് ഈ ഡ്യൂപ്പില്ലാതെ തന്നെ സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിക്കുക, സാഹസിക രംഗങ്ങളിൽ അഭിനയിക്കുക.
ഇങ്ങനെയൊക്കെ ആ പുള്ളിയുടെ സ്ഥാനം പിന്നെ ആർക്കും കൈയടക്കാൻ പറ്റിയിട്ടില്ല. സിനിമയിൽ ആക്ഷൻ ഹീറോ എന്നുള്ള സ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ പിന്നെ പുള്ളിക്ക് ചെറിയൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പുള്ളി വരാൻ പറ്റിയില്ല. എന്തായാലും സമൂഹത്തിനൊരു തീരാനഷ്ടം തന്നെയാണ്. തമിഴ് സമൂഹത്തിനൊരു തീരാനഷ്ടം തന്നെയാണ്, തമിഴ്നാട്ടിനും സിനിമയ്ക്കും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് എന്താ വെച്ചാൽ, ഞങ്ങൾ നടികർ സംഘം, തമിഴ് ആർട്ടിസ്റ്റുകളുടെ, സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷന് വന്നിട്ട് 90കളിൽ ഭയങ്കര ഒരു ക്രൈസിസ് വന്നു. വലിയ ഭീമമായ ബാധ്യതകൾ വന്നപ്പോ പുള്ളിയാണ് അത് സിംഗപ്പൂറും മലേഷ്യയും മറ്റു വിദേശത്തൊക്കെ ഈ താരങ്ങളെ സംഘടിപ്പിച്ച് സ്റ്റാർ ഷോ നടത്തിയിട്ട്, സ്റ്റാർ നൈറ്റ് നടത്തി ആ കടം വീട്ടി നടികർ സംഘത്തിന് മിച്ചം ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുത്ത അത് നടികർ സംഘത്തിന്റെ എക്കാലത്തെയും മികച്ച ഒരു സാരഥിയായിരുന്നു വിജയകാന്ത്. അത് പറയാതിരിക്കാൻ വയ്യ. ശരി, വളരെ നന്ദി ശ്രീ അജയ്കുമാർ പ്രതികരിച്ചതിന്. നടനും DMDK അധ്യക്ഷനുമായ വിജയകാന്ത് വിടവാങ്ങിയിരിക്കുന്നു. ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം. ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകളാൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കോവിഡ് ബാധിതനായിരുന്നു. ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഡിസംബറിലാണ് അദ്ദേഹം തിരിച്ചെത്തി പാർട്ടിയെ ഈ കാര്യങ്ങൾ, അതായത് സ്ഥാനമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയെ അറിയിച്ചിരുന്നത്. പിന്നീട് വീണ്ടും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുകയായിരുന്നു. 80-90 കാലഘട്ടങ്ങളിലൊക്കെ തമിഴ് സിനിമയെ സൂപ്പർ താര പദവി ഇല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരിലേക്ക് എത്തിയ ക്യാപ്റ്റൻ എന്ന് ആരാധകർ സംബോധന ചെയ്തിരുന്ന ആളാണ് DMDKയുടെ